ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ ഒരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ BSc കുറച്ചായിട്ട് ബ്രേക്ക് ചെയ്തിരുന്നു ഞാൻ, കാരണം ഹോസ്പിറ്റൽ കേസും ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എക്സാമിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ഞാനിപ്പോൾ നോക്കുന്നത് ഭരണഘടനയുടെ ഭാഗമാണ്. കംപ്ലീറ്റ് ആയിട്ട് ഭരണഘടനയുടെ ഭാഗം നോക്കാൻ വേണ്ടി ഒക്ടോബർ 25 നടന്ന പരീക്ഷേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും ഭരണഘടനയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഭരണഘടന അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഭരണഘടന കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ ഭാഗങ്ങൾ നോക്കാം. ആമുഖവും അതുപോലെ തന്നെ ഭരണഘടന നിർമ്മാണ സമിതി അതാണ് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 10th ഒരു ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, LGSൻ്റെ പ്രിലിംസിൻ്റെ ബുക്ക്. അപ്പോൾ അതിലുള്ള ഭരണഘടന ഒന്ന് വായിക്കാമെന്ന് കരുതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിക്കണം. കഴിഞ്ഞിട്ട് ഡിഗ്രി ലെവൽ അതിൻ്റെ ഗൈഡ് ഉണ്ട്, അതൊന്നും വായിക്കാം. എല്ലാം കൂടി വിലയല്ലേ, നമുക്ക് ഒരു മാർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ഔട്ടാവാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പം നമ്മുടെ കയ്യിലുള്ള സോഴ്സുകളിൽ നിന്ന് മുഴുവനും കിട്ടുന്നത്ര ക്വസ്റ്റ്യൻസ് ഫാക്ട്സ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു വട്ടമൊക്കെ വായിച്ചിട്ടൊന്നും എനിക്ക്, കാരണം ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒന്നും അങ്ങനെ നിൽക്കുന്നില്ല. പക്ഷേ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചതൊന്നും വെറുതെ ആവില്ല. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്നാണ് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നത്. അപ്പം ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാമുകൾക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഇനി സ്റ്റഡി വ്ളോഗൊക്കെ ആയിട്ട് വരാം. അതുവരെ ബൈ.